ക്യാച്ചസ് വിൻ മാച്ചസ്. അതുപോലെ തന്നെ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്താൽ അതിൻ്റെ കൂടെ തന്നെ മാച്ചും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഇന്നലെ ചേസ് മാസ്റ്റർ എന്ന് വിളിപ്പേരുള്ള വിരാട് കോഹ്ലിയുടെ ക്യാച്ച് മിസ്സാക്കുമ്പോൾ വാഷിങ്ടൺ സുന്ദർ അതിൻ്റെ കൂടെ GTയുടെ വിജയം കൂടെയാണ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് സ്കോർ ബോർഡ് തുറക്കുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ ഓവറിൽ താൻ നേരിട്ട് ആദ്യത്തെ പന്തിൽ തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഷോട്ട് വളരെ ഈസി ക്യാച്ചാണ് സുന്ദറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കയ്യിലൊതുക്കാനായിട്ട് സുന്ദറിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിറാജിൽ പവർ പ്ലേയിൽ ആ ഒരു വിക്കറ്റ് നേടിക്കൊടുക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്റ്റാർട്ട് ഗുജറാത്തിന് കൊടുക്കാനായിട്ടും വാഷിങ്ടൺ സുന്ദറിൻ്റെ ഈ ഒരു മിസ് കാരണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം 81 റൺസ് അടിച്ചെടുത്തുകൊണ്ട് RCBയുടെ ഇന്നിങ്സിൻ്റെ നെടുന്തൂണായിട്ട് ആ ഒരു കളി ജയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. വിരാട് കോഹ്ലിയുടെ ക്യാച്ച് സുന്ദർ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ ഗതി തന്നെ അവിടെ മാറിപ്പോയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ തുടക്കത്തിൽ തന്നെ ആ ഒരു ആഘാതം ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ല ബാറ്റർമാർ ടീമിലുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഫിയർലെസ് ആയിട്ടാണ് അവർ കളിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്റിംഗ് ഡെപ്ത് ഉണ്ടെങ്കിലും എന്തായാലും ഇതുപോലൊരു താരത്തിൻ്റെ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ ടീം എന്തായാലും സമ്മർദ്ദത്തിലാവുമായിരുന്നു. പക്ഷേ അവർക്കത് മുതലെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ആദ്യം ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുജറാത്തായിരുന്നു. 205 റൺസിൻ്റെ ടോട്ടലാണ് അവർ RCBക്ക് മുന്നിൽ വെച്ച് നീട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു സമയത്ത് അവർക്ക് അതിലും കൂടുതൽ സ്കോർ നേടാമായിരുന്നു എന്നുള്ള രീതിയിലാണ് സുദർശനും ഗില്ലും ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. സായ് സുദർശൻ ഇന്നലെ വളരെ മികച്ചൊരു ഇന്നിങ്സാണ് കളിക്കുന്നത്. തൻ്റെ IPL 3ാമത്തെ സെഞ്ചുറിയും ഈ സീസണിൽ ആദ്യത്തെ സെഞ്ചുറിയും നേടിയിട്ട് ഗുജറാത്ത് ഇന്നിങ്സിൻ്റെ ആ ഒരു തുടക്കത്തിലെ ആ ഒരു സ്കോറിങ്ങിന് ഏറ്റവും കൂടുതൽ വേഗത കണ്ടെത്താനും റൺ എടുക്കുന്നതിൽ ഗില്ലിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് നല്ല രീതിയിൽ റൺ എടുക്കാനായിട്ടും സുദർശന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ പാർട്ട്ണർഷിപ്പ് ആദ്യത്തെ വിക്കറ്റിൽ 128 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പിൽ ഒരു 32 റൺസ് മാത്രമാണ് ഗില്ലിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 90 മേളിൽ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു സായ് സുദർശനായിരുന്നു. തുടക്കത്തിൽ ഗില്ല് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടു ബോളുകൾ ഫേസ് ചെയ്യാനായിട്ട്. അതൊരു വളരെ ഫ്ലാറ്റ് പിച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു പിച്ചായിരുന്നു ഇന്നലെ ചിന്നസ്വാമിയിൽ നമ്മൾ കണ്ടത്. കുറച്ചൊരു ഗ്രിപ്പുള്ള ഒരു പിച്ചിൽ റൺസ് കണ്ടെത്താനായിട്ട് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ അവിടെ ഒരു ക്ലാസിക് ബാറ്റ്സ്മാനായിട്ടുള്ള സായ് സുദർശൻ നല്ല രീതിയിൽ ഗ്യാപ്പുകൾ കണ്ടെത്തിയിട്ട് 4കളിലൂടെയും 6കളിലൂടെയും സ്കോർ ബോർഡ് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹെയ്സൽവുഡിനായാലും ഭുവനേശ്വറിനാണെങ്കിലും റസിക് സലാമിനാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല സായ് സുദർശൻ്റെ മുമ്പിൽ. അങ്ങനെ സുദർശൻ ഒരു അറ്റത്ത് നിന്ന് തകർത്തടിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗില്ല് കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെ മറ്റേ അറ്റത്ത് നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ആ ഒരു സ്കോർ ബോർഡ് 128 വരെ എത്തിക്കാനായിട്ട് പറ്റിയത്. ആ ഒരു സമയത്ത് ബോളിംഗ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സുയാഷിനെ അടിക്കാനായിട്ട് ശ്രമിച്ച ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ അവർക്ക് അപ്പോഴും ഭേദപ്പെട്ട ഒരു സ്കോർ ബോർഡ് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന ബട്ട്ലർ ആണെങ്കിലും പിന്നീട് അടിച്ചു കളിക്കുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് 100 റൺസ് എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ സായുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന ബാറ്റർമാർക്ക് കാര്യമായിട്ട് അടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് വാഷിങ്ടൺ സുന്ദർ വന്നിട്ട് അതിൽ റണ്ണ് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെല്ലെ പോക്ക് അവസാന ഓവറുകളിലെ ഈ മെല്ലെ പോക്കിന് കാരണം കൊണ്ട് തന്നെയാണ് അവർക്ക് ആ 205 സ്കോർ ഒതുങ്ങിപ്പോയത്. ലാസ്റ്റ് ഓവർ കൃണാൽ പാണ്ഡ്യനെ ഹോൾഡർ അടിച്ചില്ലായിരുന്നെങ്കിൽ 200 മേലെ വരെ അവർ പോകാനായിട്ടുള്ള സാധ്യത കുറവായിരുന്നു. അതുപോലെ ഒരു കംബാക്ക് ചെറിയൊരു കംബാക്ക് RCB ബോളർമാർ അവസാന ഓവറുകളിൽ ഗുജറാത്തിനെതിരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സായ് സുദർശൻ്റെ വിക്കറ്റ് 160 നഷ്ടപ്പെടുമ്പോൾ പിന്നീട് 45 റൺസാണ് 27 ബോളുകളിൽ ഗുജറാത്തിനെ അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർ ആഗ്രഹിച്ച ഒരു ഫിനിഷ് അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ RCB പോലെയുള്ള ഒരു ബാറ്റിംഗ് സ്ട്രോങ് ആയിട്ടുള്ള നിരക്കെതിരെ അതിലും കൂടുതൽ റൺസ് എടുത്താലാണ് അവർക്ക് എന്തെങ്കിലും വിജയ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. 205 റൺസ് എന്നുള്ളത് അത്രയും മോശം സ്കോർ അല്ലെങ്കിൽ പോലും RCBക്ക് ആ ഒരു ബാറ്റിംഗ് നിര ഉള്ളതുകൊണ്ട് അവർക്ക് ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. ഇൽനസ് മൂലം കളിക്കാതിരുന്ന സോൾട്ടിന് പകരം ബെത്തലാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ കളിയിൽ കാര്യമായിട്ടുള്ള ഒരു തുടക്കം കൊടുക്കാനും നന്നായി തിളങ്ങാനായിട്ടും ബെത്തലിന് പറ്റിയില്ല. 14 റൺസ് എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ സിറാജിനെ മാറി നിന്ന് അടിക്കാനുള്ള ഒരു ശ്രമത്തിൽ അദ്ദേഹത്തിന് വിക്കറ്റ് പോകുന്നുണ്ട്. സിറാജ് നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുക്കാനുള്ള ഓൾമോസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായാലും സിറാജിന് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വാഷിങ്ടൺ സുന്ദറിന് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നീട് ക്രീസിലേക്ക് വന്ന പടിക്കലും കോഹ്ലിയും കൂടിയിട്ട് നല്ല രീതിയിൽ തകർത്തടിച്ചുകൊണ്ട് ആ സ്കോർ ബോർഡ് ഹൈ റൺ റേറ്റിൽ ചേസ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് അവർ രണ്ടുപേരും ക്രീസിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം 15-16 ഓവറിൽ RCB ആ ഒരു സ്കോർ ചേസ് ചെയ്യുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. 200 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് ദേവദത്ത് പടിക്കൽ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. 6 സിക്സറുകൾ പടിക്കലിൻ്റെ ബാറ്റിൽ നിന്ന് നമ്മൾ വരുന്നത് കണ്ടു. പക്ഷേ റാഷിദ് ഖാനെ ഉയർത്തിയടിക്കാനുള്ള ശ്രമത്തിനിടെ 55 റൺസിൽ നിൽക്കുമ്പോൾ പടിക്കലിൻ്റെ വിക്കറ്റ് പോയി. അപ്പോൾ ഒരു 115 റൺസിൻ്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് അതിന് മുന്നേ വിരാട് കോഹ്ലിയോടൊപ്പം ഫോം ചെയ്യാനാണെങ്കിലും പടിക്കലിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജെയ്സൺ ഹോൾഡറിനെ തുടരെ 2 സിക്സുകൾ അടിച്ചതിന് ശേഷം വീണ്ടും ഒരു കൂറ്റിനടിക്ക് ശ്രമിച്ചിട്ട് വിരാട് കോഹ്ലി വിക്കറ്റ് നഷ്ടപ്പെടുന്നതാണ് കണ്ടത്. പക്ഷേ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോകുന്ന സമയത്തും സ്കോർ ബോർഡിൽ 154 റൺസോളം
RCBക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആകെ 38 ബോളിൽ 52 റൺസോ മറ്റോ മാത്രമാണ് RCBക്ക് ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഓൾമോസ്റ്റ് ആ ഒരു ചേസിൻ്റെ മുക്കാൽ ഭാഗവും അവിടെ തീർത്തിട്ടാണ് കോഹ്ലി ക്രീസിൽ നിന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന പട്ടിദാറാണെന്നുണ്ടെങ്കിലും ജിതേഷ് ശർമ്മയാണെങ്കിലും കൂറ്റനടികൾക്ക് ശ്രമിച്ചിട്ട് അവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടു. അതായത് 2 സ്പിന്നർമാർ വന്നിട്ട് ആ ഒരു കളി ചെറുതായിട്ട് GTയുടെ ഭാഗത്തേക്ക് തിരിക്കുന്നതായിട്ടാണ് കണ്ടത്. റാഷിദ് ഖാൻ ആണെങ്കിലും മാനവ് സുധർ ആണെന്നുണ്ടെങ്കിലും. അങ്ങനെ 173 റൺസിൽ ചെറുതായ ഒന്നൊരു സമ്മർദ്ദം RCB നിരയിലേക്ക് വന്നെങ്കിലും പക്ഷേ സ്കോർ ബോർഡിൽ ഒരുപാട് റൺസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ടിം ഡേവിഡിനെ കൂട്ടുപിടിച്ചിട്ട് കൃണാൽ പാണ്ഡ്യ വളരെ ഈസി ആയിട്ട് ആ ഒരു സ്കോർ ചേസ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ബോളിംഗിൽ നല്ലൊരു പ്രകടനം ഈ മത്സരത്തിൽ കാഴ്ചവെക്കാനായിട്ട് കൃണാലിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ക്ഷീണം ബാറ്റിങ്ങിൽ ആ ഇന്നിങ്സ് ഫിനിഷ് ചെയ്തുകൊണ്ട് കൃണാൽ തീർക്കുന്നതായിട്ടും കണ്ടു. അങ്ങനെ 18.5 ഓവറിൽ 206 റൺസ് ചേസ് ചെയ്തിട്ട് 5 വിക്കറ്റിൻ്റെ വിജയം ആണ് RCB ഇപ്പം നേടിയിരിക്കുന്നത്. അവരിപ്പോൾ ടേബിളിൽ 2ാമത്തെ പൊസിഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി ചിന്നസ്വാമിയിലെ ഹോം മത്സരത്തിന് വിജയത്തോട് കൂടിയിട്ടുള്ള ഒരു അവസാനം അവർക്ക് കൊടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ട്. എന്നാൽ ഗുജറാത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഓർഡറിനും അവസാന ഓവറുകളിൽ തകർത്തടിക്കാൻ പറ്റാത്ത ബാറ്റ്സ്മാൻമാരില്ലാത്തതും അവരുടെ സ്കോറിങ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ അവരെന്തായാലും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക.